വാ ചേച്ചി. രാജി, വണ്ടി അവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യും, ഞാനിപ്പോ വരാം. ചേച്ചിക്ക് ഇത് എങ്ങനെ സംഭവിച്ചു? ബൈ ബർത്താണോ അതോ? അല്ല സർ, ചേച്ചി ഇങ്ങനെയായിട്ട് അധികം കാലമായില്ല, 1 വർഷമായി കാണും. ഒരു ദിവസം സെക്കൻഡ് ഷോ കഴിഞ്ഞ് ചേച്ചി ഹസ്ബൻഡ് വീട്ടിലേക്ക് വരികയായിരുന്നു. ചേട്ടനെ അടിച്ചു വീഴ്ത്തിയിട്ട് അവർ ചേച്ചിയെ ആ സംഭവത്തിന് ശേഷം ചേച്ചി നോർമൽ അല്ലാതായത്. അതൊന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തില്ലേ? ചെയ്തു. അതിനെ കുറിച്ച് അന്വേഷിക്കാൻ അന്ന് ഡിവൈഎസ്പി ആയിരുന്ന ഇന്നത്തെ SP സുഗുണപാലൻ വീട്ടിൽ വന്നു. 24 മണിക്കൂറിനകം പ്രതികളെ കണ്ടുപിടിക്കും, കേസെടുക്കും, ശിക്ഷിപ്പിക്കും. ആ കാര്യം ഞാൻ ഏറ്റു. പക്ഷേ നിങ്ങളുടെ പരിപൂർണ സഹകരണം പോലീസിനുണ്ടാവണം. എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഈ വക കേസുകളിലെ വിക്ടിമിന്റെ ബന്ധുക്കൾ ആദ്യം കാണിക്കുന്ന ശുഷ്കാന്തി പിന്നീട് കാണിക്കാറില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, കേസ് കോടതിയിൽ എത്തുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പബ്ലിസിറ്റി, അതുപോലെ ഉണ്ടാകാവുന്ന അപമാനം, പിന്നെ പ്രതിഭാവം വക്കീലിന്റെ ക്രൂരമായ ചോദ്യം, ഇതൊക്കെ ഫേസ് ചെയ്യാൻ ഒരുത്തരും തയ്യാറാവില്ല. അവസാനം കഷ്ടപ്പെട്ട് പ്രതികളെ പിടിക്കുന്ന പോലീസോ വിഡ്ഢികളാവും. എന്താ ശരിയല്ലേ? പക്ഷെ തന്റെ കാര്യത്തില് വേറെ കുഴപ്പം കൂടിയുണ്ട്. താനിങ്ങ് വന്നേ. കോടതി വെച്ച് പ്രതികളെ ഐഡന്റിഫൈ ചെയ്യാൻ ഈ അവസ്ഥയിൽ ഇവർക്ക് കഴിയുമോ? സംശയമാണ്. കഴിയാതെ വന്നാൽ
ഞാൻ പറയുന്ന കേക്ക് ബിന്ദു. ബിന്ദു, എന്താ ഇത്? നോക്കൂ. അതോടെ ചേട്ടന്റെ ആവേശമൊക്കെ തണുത്തു. കേസൊന്നും ഉണ്ടായില്ല. പിന്നീട് ആ ഓഫീസർ വീട്ടിൽ വന്ന് ചേട്ടനുമായി മുറി അടച്ചിരുന്ന് സംസാരിക്കും. നാളുകൾ കഴിയും തോറും ചേട്ടന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. വീട്ടിലേക്കുള്ള വരവും കുറഞ്ഞു. ഒരു ദിവസം ഡൈവോഴ്സ് നോട്ടീസ് വന്നു. കേസായി. ഭ്രാന്തിയായ ഭാര്യയോടൊപ്പം ജീവിക്കാൻ ഒരു കോടതി ആവശ്യപ്പെടില്ല. അതുകൊണ്ട് ഡൈവോഴ്സ് വളരെ ഈസിയായി. പിന്നീട് അറിഞ്ഞു ബാങ്കിലെ ജോലി റിസൈൻ ചെയ്ത് അയാൾ അമേരിക്കയിലേക്ക് പോയെന്ന്. സാറിന് അറിയാമോ ഞാനെന്ന് എന്തൊക്കെ പ്രശ്നങ്ങളെയാണ് നേരിടുന്നതെന്ന്? വീട്ടിൽ ഞാൻ ഒരാളാണ് സാർ ഏർണിംഗ് മെമ്പർ. അമ്മ, ചേച്ചി, ചേച്ചിയുടെ കുട്ടി, ചികിത്സ, വലിയ പ്രാരാബ്ദമുണ്ട് സാർ. എന്റെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞ് സാറിനെ എന്തിനാ ഞാൻ വിഷമിപ്പിക്കുന്നത്? സോറി സാർ. വരട്ടെ, ചേച്ചിക്ക് ബോധം തെളിഞ്ഞു കാണും. ഏത് ദൈവത്തിന് മുമ്പിൽ വേണമെങ്കിലും ഞാൻ സത്യം ചെയ്യാം, ഈ 2 കേസിലും ഞങ്ങളുടെ നിർഗുണഭാവനിലെ എന്തോ വൃത്തികെട്ട താല്പര്യം ഉണ്ട്. അല്ല, സാറ് പറയുന്ന പോലെ ഇതൊരു കോയിൻസിഡൻസ് അല്ല. ഇങ്ങനെ ഓർഡർ തരില്ല. എനിക്കാണെങ്കിൽ ആരെങ്കിലും ഓർഡർ തരാതൊന്നും ചെയ്യാനും മേല. കൂടാതെ ശീലമായി പോയി. സാറ് പറ, ആ നിമിഷം ആ ദുർഗുണനെ ഏതെങ്കിലും കാട്ടിലോ ഗുഹയിലോ ഞാൻ കൊണ്ടുപോകാം. എന്തിന്? നല്ല പോലെ ഒന്ന് സൽക്കരിക്കാൻ. അറിയാവുന്ന മുഴുവൻ ഛർദ്ദിക്കുന്ന വരെ ഞാൻ അവനെ പൂശും. എന്റെ തൊപ്പി വേണേ പോട്ടെ. ഞാൻ സാറിന്റെ എസ്റ്റേറ്റ് വന്നു വലിയ റബ്ബറും വെട്ടി ജീവിച്ചോളാം. ഈ ആറ്റിറ്റ്യൂഡ് ആദ്യമേ മാറ്റണം. ഇതൊന്നും അല്ല രീതി. വ്യക്തമായ തെളിവില്ലാതെ അയാളെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല. ഒന്നാമത് ആദ്യത്തെ കേസിൽ പരാതിയില്ല, പരാതിക്കാരനുമില്ല. രണ്ടാമത്തെ കേസിൽ പ്രതി ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി ശിക്ഷിച്ച ഒരു കേസ് റീഓപ്പൺ ചെയ്യണമെങ്കിൽ ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല. ശക്തമായ തെളിവുകളില്ലാതെ ആദ്യത്തെ കടലാസ് പോലും അനക്കാൻ സാധിക്കില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ചില കാര്യങ്ങൾ വ്യക്തമാവണം. 2 കേസിലും പ്രതികൾ ഒന്നാണോ? പിന്നെ അവരും സുഗുണപാലനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അത് കണ്ടുപിടിക്കാൻ എന്താ മാർഗം? ഒരു മാർഗമുണ്ട്, പക്ഷേ അതൊരു പരീക്ഷണമാണ്. എത്രത്തോളം സക്സസ് ആകുമെന്ന് പറയാൻ പറ്റില്ല. പട്ടാളത്തിൽ രഹസ്യം സൂക്ഷിക്കുന്നതിന് പല രീതികളുണ്ട്. അതിലൊന്ന് രഹസ്യം പരസ്യമാക്കുക എന്നുള്ളതാണ്. ശത്രു രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ സ്വന്തം ഡിഫൻസ് രഹസ്യങ്ങളെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ വാർത്തകൾ പത്രങ്ങളിൽ ഒഫീഷ്യലായി പ്രചരിപ്പിക്കാറുണ്ട്. അതുപോലെ ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ മിസ്ലീഡ് ചെയ്യിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പത്രങ്ങളിൽ വരുത്തണം. വന്നാൽ യഥാർത്ഥ പ്രതികൾക്ക് സുഗുണപാലനുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും അവർ അയാളുമായി ബന്ധപ്പെടാതിരിക്കില്ല. അവര് ബന്ധപ്പെട്ട നമ്മളെങ്ങനെ അറിയുക? ആ തലവേദന എനിക്ക് വിട്ടുതരിക. ആദ്യം പത്രത്തിൽ വാർത്ത വരട്ടെ. കോവിലകം കേസ് പോലീസ് കെട്ടിച്ചമച്ച കേസ്. പറഞ്ഞ പോലെ എല്ലാ പത്രങ്ങളിലും വാർത്ത വന്നു കഴിഞ്ഞു. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ടെലിഫോൺസ് അല്ലേ? അസിസ്റ്റന്റ് എഞ്ചിനീയർ മിസ്റ്റർ പൊതുവാൾ പ്ലീസ്. സീറ്റിലില്ലേ? ഞാൻ ഹോൾഡ് ചെയ്യാം. ആ മിസ്റ്റർ പൊതുവാളാണോ? ഞാൻ അനിയൻ കുരുവിള. 613672 613673 705762. ആദ്യത്തെ 2 SP സുഗുണപാലന്റെ ഓഫീസ് നമ്പേഴ്സ്. അടുത്ത റെസിഡൻസ്. കുറച്ച് ദിവസത്തേക്ക് ഈ നമ്പേഴ്സിലുള്ള എല്ലാ കോളുകളും ഒന്ന് ചോർത്തണമല്ലോ പൊതുവാളെ. ബോത്ത് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ്. കള്ളത്തരമാണ്, പക്ഷേ ഇതിന്റെ പുറകിലുള്ള ഇന്റൻഷൻ ജെനുവിനാണ്. ഒരു നിരപരാധിയെ രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ സഹായിച്ചേക്കും. എത്രയോ രാഷ്ട്രീയക്കാർക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിന് വേണ്ടി ഞാൻ ഈ തൊഴിൽ ചെയ്തിരിക്കുന്നു. പിന്നെ ഞാൻ സാറ് പറഞ്ഞാലേ വേണ്ടി വന്നാൽ മൊത്തം എക്സ്ചേഞ്ചിനെ ടാപ്പ് ചെയ്യാം സാർ. അന്നത്തെ എന്റെ സർവീസ് കേസ് സാറില്ലായിരുന്നു ഞാൻ വീട്ടിൽ ഇരുന്നേനെ. ആ കടപ്പാടൊന്നും പൊതുവാൾ മറന്നിട്ടില്ല. ഈ നമ്പേഴ്സിനുള്ള എല്ലാ കോൾസും വേണോ? വേണ്ട, കോവിലകം കേസുമായി ബന്ധപ്പെട്ട കോൾസ് മാത്രം മതി. ഇൻകമിംഗ് കോൾസ് ഏത് നമ്പറിൽ നിന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ വല്ല മാർഗമുണ്ടോ? അത് ബുദ്ധിമുട്ടാ സാർ. പക്ഷെ ഔട്ട് ഗോയിങ് കോൾസ് ഏത് നമ്പറിലേക്കാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എത്ര കാലത്തേക്ക് വേണം സാർ? കുറച്ചാൾ ചോരട്ടെ, വേണ്ടെങ്കിൽ ഞാൻ പറയാം. പറ്റേ പൊതു. അക്കാമ എന്തിനാ അതേക്കുറിച്ച് വറി ചെയ്യുന്നത്? പത്രക്കാരങ്ങനെ പല അഭ്യാസവും കാണിക്കും. അക്കാമേ, ഒരിക്കൽ ശിക്ഷിച്ച കേസ് റീഓപ്പൺ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല.
Good evening, complaint. Yes, sir. Your number, please. Yes, sir. അക്കാമ ഇതിന് അതേക്കുറിച്ച് വറി ചെയ്തത് പത്രക്കാരങ്ങനെ പല അഭ്യാസവും കാണിക്കും. അക്കാമേ, ഒരിക്കൽ ശിക്ഷിച്ച കേസ് റീഓപ്പൺ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ചോർത്തൽ മതിയോ അതോ കണ്ടിന്യൂ ചെയ്യണോ? കുറച്ചു ദിവസം കൂടെ. എന്താ ബുദ്ധിമുട്ടാവോ? ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ലേ. ഞാൻ മറ്റന്നാൾ അങ്ങോട്ട് വരുന്നുണ്ട്. മോർണിംഗ് ഫ്ലൈറ്റിൽ. യു ഷുഡ് വെയിറ്റ് ഫോർ മീ ഇൻ ദ എയർപോർട്ട്. യെസ്, ഞാൻ വരാം. ഓക്കേ. സാറേ, ആനക്കാരൻ ലാൻഡ് ചെയ്തു. എയർപോർട്ടിനകത്തോട്ട് പോയിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ ആൻഡ് വാച്ച്. ഓവർ. സർ, ഇത് കാണുമ്പോ എനിക്ക് മറ്റൊരു രംഗം ഓർമ്മ വരിക. നമ്മുടെ പഴയ ഒരു സാറുണ്ടായിരുന്നില്ലേ, ഈ മാലിക്കാരി പെണ്ണെ എയർപോർട്ടിൽ. സെയിം. അതാ മനസ്സിൽ തോന്നുന്നത്. ഇതെന്ത് പുലിവാലാണോ? എന്റെ അമ്മോ, എന്നാ മുതല്! ഉഗ്രൻ, അത്യുഗ്രൻ. വെൽക്കം ടു യു അക്കമ്മ. എന്ത് പറ്റിയോടോ എനിക്ക്? എന്റെ പൊന്നു സാറേ, യക്ഷി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടല്ലേ ഉള്ളൂ. ഞാൻ ദേ ഇപ്പൊ നേരിട്ട് കണ്ടോണ്ടിരിക്കുക. സർ, ഓർ പുറപ്പെട്ടു. ഞാൻ പുറകെ വിടുന്നു. ഫോളോ ദം സ്ട്രിക്ട്ലി. സർ, സുഗുണൻ സാർ പോയി. പകരം പുതിയൊരു കഥാപാത്രം വന്നിട്ടുണ്ട്. ഇനിയും കാശ് ചോദിച്ചു വന്നാലുണ്ടല്ലോ, ദിസ് ഇസ് ലാസ്റ്റ്. ടേക്ക് ഇറ്റ്. പാഷ, ഡിവൈഎസ്പി കുമാർ സാറിന്റെ വീട് അന്വേഷിച്ച് വന്നായിരിക്കും. അത് നാലിവിടെ അപ്പുറത്താണ് സാർ. നിന്നെ തേടി തന്നെയാ വന്നത്. എന്നെ തേടിയോ? എനിക്കിപ്പോ പൗരസമിതിയായിട്ട് ഒരു ബന്ധമില്ല സാർ. ഓ, പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴും ബന്ധമുണ്ട്. നീ എന്തിനാ അക്കാമ്മയുടെ വീട്ടിൽ പോയത്? അക്കാമയോ? ഏതക്കാമ? എന്റെ അമ്മ സത്യം, എനിക്ക് അങ്ങനെ അക്കാമ അറിഞ്ഞൂടാ. കള്ളം പറയുന്നു. ഈ കാറിലല്ല നീ പോയത്? ഈ കാറിലോ? എന്റെ പൊന്ന് സാറേ, 2 ദിവസമായി കാർ സ്റ്റാർട്ട് ആക്കി തന്നെ. ഓ, രണ്ട് ദിവസമായിട്ട് നിന്റെ റേഡിയേറ്റർ തണുത്തിട്ടില്ല കേട്ടോ.